പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല തൻ്റെ തീരുമാനത്തിൽ എന്ന് വ്യക്തമാക്കുകയാണ് ക്രിഷ് ഇപ്പോൾ കൺമണിയോട്. ഇതേ തുടർന്ന് കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് കൺമണിയുടെ അച്ഛൻ വരുന്നു. ഇതോടെ കൺമണിയുടെ അച്ഛനോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, എന്തായാലും വരുണുമായുള്ള വിവാഹം നടത്താൻ ഞാൻ അനുവദിക്കുകയില്ല. കാരണം കൺമണി എന്റേതാണ്. ആ കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മോനെ, വരുണിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ആ പോലീസുകാരനും കൂടെയുണ്ട്. അതാണ് ഞങ്ങളുടെ പേടി. ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം. എന്തൊക്കെ സംഭവിച്ചാലും കൺമണി എൻ്റേതാണ്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ഈ കാര്യം എല്ലാവരോടും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൺമണി, നീ ധൈര്യമായിരിക്കെ. എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട്. ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ക്രിഷ്. ഇതോടെ കൺമണിക്ക് സന്തോഷമാകുന്നു. പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ധനലക്ഷ്മി. ഇതോടെ ധനലക്ഷ്മി ആകെ പകച്ചു പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ധനലക്ഷ്മി പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ധനലക്ഷ്മി ചെന്ന് കാണുകയാണ് കൺമണിയെ. നീ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് യാതൊരു കരുതലും വേണ്ട. വരുൺ, അവൻ എന്തായാലും വരും. അവന്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മര്യാദയ്ക്ക് നീ ഇപ്പോൾ കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് നല്ലത്. ഇല്ല, അതൊരിക്കലും നടക്കുകയില്ല. എൻ്റെ കൂടെ ക്രിഷ് സാർ ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെയും പേടിക്കുകയില്ല. ഇത് കേട്ട് ധനലക്ഷ്മിയാകെ പകച്ചു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ കാണുന്നതിനായി വരുൺ വരികയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ധനലക്ഷ്മി ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ കാര്യങ്ങൾ വിട്ടുകൊടുക്കില്ല. പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. കൺമണി എൻ്റേത് മാത്രമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഏറ്റുമുട്ടുക തന്നെയാണ് ഞാൻ ചെയ്യുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വരുൺ. ഇതോടെ പ്രശ്നങ്ങൾ ടൈറ്റ് ആകുന്നു. ഇതേ തുടർന്നാണ് വരുണിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ക്രിഷിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.